Hello beautiful people, welcome to a brand new video of the Pathmaker. So today's video is all about എൻ്റെ അടുത്തിരിക്കുന്ന ആരാ നിങ്ങൾക്ക് കാണാലോ. അപ്പോൾ റോഡ് കിങ് ആണ്, 1996 മോഡൽ റോഡ് കിങ് ആണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളിവിടെ ബാംഗ്ലൂർ വന്നിട്ട് എന്താ കണ്ടന്റ് എടുക്കുക കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ഇവിടെ 1 വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെടുക്കുക എന്നുള്ള കുറെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോഴാണ് അമ്മേൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളെ ഞാൻ കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ വേറെ വണ്ടികളുണ്ട്, ബട്ട് നമുക്ക് ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ ഇതാണ്. പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്തിട്ടുള്ള നല്ലൊരു വണ്ടി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പ്രിസ്റ്റിംഗ് കണ്ടീഷനിൽ വെച്ചിട്ടുള്ള ആളെ നമുക്ക് പരിചയപ്പെടാം. ആൻഡ് യെസ്, വെൽക്കം ബാക്ക് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഐ ഫീൽ വെരി എക്സൈറ്റഡ്. ഇതാണ് നമ്മുടെ തുഷാൽ ബ്രോ. മൂപ്പരാണ് വണ്ടീൻ്റെ ഓണർ. ബ്രോ, ഹൗ യു കെയിം അക്രോസ് ദിസ് ബ്യൂട്ടിഫുൾ പീസ്? ഹൗ വാസ് ദ സ്റ്റോറി ആക്ച്വലി? So actually I wanted to buy a vintage bike. Okay. Because my dad was into vintage collection. Okay. But unfortunately, because we are from lower middle class, we had to sell it. Okay. Make money to build a house or not. Okay. So I wanted to continue that my dad's passion. Okay. And I was looking for a vintage bike, and then I found this was owned by a professor. Okay. And the fitness certificate was there on this bike, so Okay. it had all the good documents. Was it on running condition? Yeah, running. It was okay. Perfect running condition. Okay. Minor works were required like brake, Okay. no indicator, but bike was starting and running properly. Okay. Okay. And it was actually done by a good mechanic in Bangalore. Okay. One of the good HD mechanics. Can you give his contact number so that the people can also Yeah, contact? sure. So his name is Musa actually. It's Okay. in Shivaji Nagar. Okay. He's known for HD. Okay. He's a specialist. Specialist in HD. Okay. So he has done work on this bike. So it already had that tag saying it's been done by one of the bikes. Oh, okay. So that's why I went to and head and bought it. So Okay. this is not the original color of the bike. Okay. The bike was in red color. Red and almost became orange because of its old age. Oh. When I got the bike, actually it did not come to my house directly. It went to the shop, mechanic Okay. shop, the restoration shop. Okay. So I chose this color because it's unique. Yeah, But true, this true. is a original Road King color. Okay. I don't know whether the 1996 Road King came in this color or not, but when I got it done with, he had the original color code of the paint. Okay. So and because not many bikes come in grey, Yeah. I got this color done. And Okay. yes, obviously single cylinder, Mhm. 250cc Yeah. the Road King. As the people when I bought, they told me that it's called Road King because it's king of the roads. Oh. You ride this bike, everyone will look at you. Yeah, true. മൂപ്പര് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അച്ഛൻ ഒരു എന്തോസിയാസ്റ്റ് ആയിരുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ കുറേ കാലം എനിക്ക് പറഞ്ഞ കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് കാലം പിന്നെ എന്താ പറയുക, മൂപ്പരടുത്തൊരു RD 350 ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആളൊരു RD 350ക്കുള്ള സെർച്ചിലാണ്, അതിൻ്റെ ഇടയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മെക്കാനിക് ഉണ്ട്, ആളെ കൊണ്ട് നേരെ നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ നേരെ ഇതാക്കി. കുറേ കാലം ഒരു 2 വീലേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അങ്ങനെ ഇപ്പോൾ 2024 മൂപ്പര് ഒരു ട്രൈംഫ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് 25 ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈസി അല്ല ഒരിക്കലും ഒരു വിൻറ്റേജ് വണ്ടി ഇതാക്കുക. അത് ഞാൻ മൂപ്പരടുത്ത് ചോദിക്കാം. അപ്പോൾ ആ ഒരു എന്തൂസിയാസത്തിൻ്റെ പുറത്ത് എടുത്ത വണ്ടിയാണ്. അതുവരെ മൂപ്പര് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷം മുന്നേ ഇറക്കി മൂപ്പര് 2 വീലേഴ്സേ തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഈ ഒരു വീഡിയോന് ഒരു വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് ചെക്ക് ചെയ്ത സമയത്ത്, ഞാൻ ഇപ്പോൾ പോട്രോണിക്സിൻ്റെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് ഫുൾ കര സൗണ്ടാണ്, ഒന്നും കേൾക്കാനില്ല എന്ന്. ആ B6ൻ്റെ വീഡിയോയിലും സെയിം സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലായത്. എഡിറ്റിങ്ങിന് ഇരുന്ന സമയത്ത് ഒരേ ദിവസമാണ് ഓൾമോസ്റ്റ് 2 വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൂപ്പര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോഡേൺ ബൈക്സ് പോലെ അല്ല ഇത്. 2 സ്ട്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് SD ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതായത് ചില സമയത്ത് സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമുക്ക് കുറേ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം അതൊന്ന് ഓൺ ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് എങ്ങനെയും പോകുമ്പോഴായിരിക്കും അത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഫ്യൂവൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഫുള്ളി മെക്കാനിക്കലായി കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ നമ്മളൊക്കെ കുറച്ച് വണ്ടി റെഡിയാക്കാനൊക്കെ നമ്മൾ ഇത്തിരി അറിയണം, നമ്മളതിന് റെഡി ആവണം. നമ്മളൊരു ഒരു ഹാഫ് മെക്കാനിക്ക് ആയാലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതേപോലെ പാർട്സ് ഒന്നും ഈസിലി അവൈലബിൾ അല്ല, അത് സോഴ്സ് ചെയ്യാൻ ടൈം എടുക്കും, അത് വന്ന് ഫിറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അറിയുന്ന മെക്കാനിക്കുകൾ നേരെ വണ്ണം
റെഡിയാക്കാൻ അറിയുന്ന മെക്കാനിക്കുകൾ കമ്മിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു ഓണിങ് ഒരു വിൻറ്റേജ് ബൈക്ക് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ജസ്റ്റ് നമുക്ക് പൈസ ഉണ്ട് വെച്ചിട്ട് നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. പിന്നെ വീക്കിലി എന്തായാലും ഒരു ദിവസം നമ്മൾ അതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം നമ്മൾ എടുക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു പണി ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു വണ്ടിയാണ് ഈ വിൻറ്റേജ് ബൈക്ക് എന്ന് പറയുന്നത്. പാഷൻ ഇല്ലാണ്ട് ഒരിക്കലും പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമില്ല. അത് ഇതെന്നല്ല, എല്ലാ വിൻറ്റേജ് വണ്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു കാറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് മൂപ്പരൊരു വിൻറ്റേജ് മെയിൻ ആളാണ്. അത് ഈ പഴയ വണ്ടീനോട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ മോറസ് എൻ്റെ ഒരു വണ്ടിയാണല്ലേ, മോറസ് 8. സോ അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ജസ്റ്റ് ഇത് പമ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ആൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആളുടെ നമ്പർ താഴെ ഡ്രോപ്പ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മൂപ്പത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അത് മൂപ്പർ ക്ലിയർ ചെയ്ത് തരും. എഗെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബൈക്ക് ഓൺ ചെയ്യലല്ല, അതിൻ്റെ മുന്നേ നല്ലൊരു വിൻറ്റേജ് മെക്കാനിക്കിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ബൈക്ക് മേടിക്കണേക്കാട്ടി അല്ലെങ്കിൽ ബൈക്കോ കാറോ മേടിക്കണേക്കാട്ടി മുന്നേ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം മുന്നത്തെ കാലത്തൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ വളരെ കമ്മി ആൾക്കാരാണ് ഈ വിൻറ്റേജ് വണ്ടി തൊടുക തന്നെ ചെയ്യുള്ളൂ. സോ മെക്കാനിക്കന്മാരുടെ കാര്യം പറയണത്. സോ അതും കൂടി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് റെഡിയാക്കലും പോയി പർച്ചേസ് ചെയ്യലൊക്കെ അതിന് ശേഷം ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി ഞാൻ ഓടിച്ചില്ല, ഓടിക്കാൻ തരുമോ ചോദിച്ചിട്ടുമില്ല. എന്തായാലും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് വട്ടമൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹൗ ഓണിങ് എ വിൻറ്റേജ് ബൈക്ക് ഈസ് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു റൈഡും പോകുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്യൂൽ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. Now I need to pump. So that time, yeah, it's going down. That time when I pumped it, no fuel went actually. I didn't slice it. Okay. So let's do this again. Okay. Yeah. Now I think. വീണ്ടും എനിക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വരികയാണ്. ഞാൻ ചോദിച്ചു മുമ്പ് അടുത്ത് എങ്ങനെയാണ് എന്താണ് ഒരു ലാസ്റ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു വ്യൂവേഴ്സിൻ്റെ കയ്യിൽ. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബിക്കോസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോയിസ് ഇഷ്യൂസ് മൈക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും ഒരു ബൈക്കിംഗ് സംഭവം അല്ലെങ്കിൽ ഒരു റൈഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 2 സ്ട്രോക്ക് ഓൺ ചെയ്യാനാണ് മൂപ്പര് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാം മെക്കാനിക്കലാണ്. ഒന്നും സെൻസറോ കാര്യങ്ങളോ ഒന്നും ഓട്ടോ ആയിട്ട് അവിടെ നടക്കുന്നില്ല. എല്ലാം മാനുവലി ചെയ്യണം. സോ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നല്ലൊരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാൻ പറ്റും. ഞാൻ പറയണത് വേറെ ബൈക്കേഴ്സിന് അല്ലെങ്കിൽ ലക്ഷറി ബൈക്ക് ഓൺ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നോർമൽ ബൈക്ക് ഓണേഴ്സിന് അങ്ങനെയല്ല. ഇത് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് പീസ് ആയിക്കൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം വൈബുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഒരു നമുക്കൊരു സൊസൈറ്റി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടാവുക. സോ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. വേറെയും കുറേ ഇൻഫോർമേറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ, പക്ഷെ ഒക്കെ പോയി. ബിക്കോസ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്രത്തോളം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓക്കെ.